അതിർത്തികളില്ലാത്ത, വേലികളും മതിലുകളും ഇല്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും മലയാള മനസ്സിനെയാണ് നാം കേരളം എന്ന് വിളിച്ചിരുന്നത്. ഓണവും ക്രിസ്തുമസും റംസാനും വിഷുവും ഈസ്റ്ററും ബക്രീദുമൊക്കെ ഒരുമിച്ച് ആഘോഷിച്ചിരുന്ന കേരളത്തിനെ കീറി മുറിക്കുവാൻ ഇരുണ്ട ശക്തികൾ അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ് നാം. പ്രകൃതി ദുരന്തങ്ങളുടെ ഇരമ്പിപ്പാച്ചിൽ, മഹാമാരിയുടെ ആക്രോശം, ഇവയുടെ മുൻപിൽ പകച്ചു നിന്നില്ല നമ്മൾ. ലോകം ഭയന്ന് വിറച്ചപ്പോൾ ഈ ദുരന്ത നാളുകളെ പ്രതിരോധിക്കുന്നതിനും അതിജീവിക്കുന്നതിനും ഒത്തൊരുമയോടെ ഒരേ മനസ്സുള്ളവരായി നമ്മുടെ നാട് നിലയുറപ്പിച്ചപ്പോൾ ചരിത്ര പുസ്തകത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ആ നാളുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ദുരന്തങ്ങളുടെ മുന്നിൽ നിൽക്കാൻ, നയിക്കാൻ, നേരിടാൻ ധീരമായ ഒരു സർക്കാർ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും ഏൽപ്പിച്ച ആഘാതത്തെ അതിജീവിച്ച് തല ഉയർത്തി നിൽക്കുന്ന കേരളത്തിന് അർഹമായ സാമ്പത്തിക ആശ്വാസങ്ങളും അവകാശങ്ങളും മനഃപൂർവ്വം നിഷേധിക്കപ്പെടുമ്പോഴും നാം പിന്മാറിയില്ല, തളർന്നില്ല. വികസനത്തിന്റെ പുത്തൻ കേരള മാതൃകകൾ ലോകത്തിനു മുമ്പിൽ നാം അവതരിപ്പിച്ചത് വെല്ലുവിളികളുടെ തിരുമുറ്റത്ത് നിന്ന് തന്നെയാണ്. കേരളം പുരോഗതിയുടെ പടവുകൾ കയറുമ്പോൾ, ഈ സർക്കാർ 4ാമത് വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുമ്പോൾ സംസ്ഥാന റവന്യൂ വകുപ്പും ചരിത്ര നേട്ടങ്ങളുടെ വീരഗാഥ രചിക്കുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യം ആധാരമാക്കി വകുപ്പിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിൽ ഇക്കാലയളവ് സാക്ഷ്യം വഹിച്ചു. വയനാടിന്റെ ഹൃദയം പിളർന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്നതിൽ മാതൃകാപരമായ നേതൃത്വം. വയനാട് ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പുനരധിവാസ പദ്ധതി. ദുരന്തബാധിതർക്ക് സർക്കാർ ചിലവിൽ വാടക വീടുകൾ, ധനസഹായവും. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ റവന്യൂ ഭരണ ചരിത്ര വായനയിൽ വർണ്ണാഭവും ഗംഭീരവുമായ ഒരു ഏട് നമുക്ക് കേരളം എന്ന അധ്യായത്തിൽ കാണാം. അതിദരിദ്രരില്ലാത്ത സംസ്ഥാന നിർമ്മിതിയിൽ ഇന്നത്തെ റവന്യൂ വകുപ്പ് നൽകിയ സംഭാവന ചരിത്രപരമാണ്. അധ്വാനിക്കാനും അടിമയായി ജീവിച്ചൊടുങ്ങാനും മാത്രമായി അവകാശമുണ്ടായിരുന്ന ഒരു വലിയ ജനവിഭാഗത്തിന് ഭൂമിയുടെ അവകാശം ലഭ്യമാക്കുന്ന വിപ്ലവകരമായ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയതിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ ആഭിമുഖ്യമുള്ള ഒരു നിയമമായി കേരള ഭൂപരിഷ്കരണ നിയമം കണക്കാക്കപ്പെട്ടു. അവിടെ നിന്നും ആരംഭിച്ച സാമൂഹ്യ നീതി ലക്ഷ്യമാക്കിയുള്ള തീവ്ര യത്നങ്ങളുടെ തുടർച്ചയായാണ് ഇന്നത്തെ സർക്കാർ സ്വന്തമായി ഭൂമിയില്ലാത്ത 1,80,877 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നത്. അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് റവന്യൂ വകുപ്പ് നടത്തിവരുന്നത്. പട്ടയ മിഷന്റെ പ്രവർത്തനങ്ങളിലൂടെ സമയബന്ധിതമായി ഭൂരഹിതർക്ക് ഭൂമിയും ഭൂമിക്ക് രേഖയും നൽകുന്നതിനുള്ള ചിട്ടയായ നടപടികൾ കൈക്കൊണ്ടുവരികയാണ്. 1,35,000 പേർക്ക് കൂടി പട്ടയം നൽകി ഭൂരഹിതർ ഇല്ലാത്ത കേരളം എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുക എന്നതാണ് വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമിയിലെ താമസക്കാർക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനു വേണ്ടി പ്രസ്തുത ഭൂമി റവന്യൂ വകുപ്പിലേക്ക് ഡീവെസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്ക് നൽകിയതോടെ 10,000-കണക്കിന് കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുക വഴി ഭൂമിയുടെ അവകാശികളായി മാറുക. മലയോര മേഖലയിലെ കർഷകർ ദീർഘകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഭൂമിയുടെ അവകാശം സംബന്ധിച്ച വിഷയങ്ങൾക്ക് പരിഹാരമായി പതിവ് ചട്ടങ്ങളിൽ സുപ്രധാനമായ നിയമ ഭേദഗതികളാണ് ഈ കാലത്ത് സർക്കാർ പ്രാവർത്തികമാക്കിയത്. മലയോര പട്ടയത്തിനായി അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും വേണ്ടി സംസ്ഥാനത്ത് 2 പ്രാവശ്യം മലയോര പട്ടയത്തിനായുള്ള വിപുലമായ വിവരശേഖരണം നടത്തി. ഇതിൽ 59,830 അപേക്ഷകളാണ് ലഭിച്ചത്. ഏതൊരു മലയാളിക്കും തന്റെ പ്രാഥമികവും പ്രധാനവുമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന അടിസ്ഥാന റവന്യൂ സേവനങ്ങളുടെ ഇടമായ വില്ലേജ് ഓഫീസുകൾക്ക് പതിറ്റാണ്ടുകളുടെ പഴങ്കഥകളാണ് പറയാനുണ്ടായിരുന്നത്. റവന്യൂ രേഖകളുടെ സൂക്ഷിപ്പും സുരക്ഷിതത്വവും പലപ്പോഴും വെല്ലുവിളിയായിരുന്ന ഭൗതിക സാഹചര്യങ്ങൾ.
ഇത്തരം റവന്യൂ ഓഫീസുകളെ ആധുനികവൽക്കരിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം സർക്കാർ അതിവേഗം പൂർത്തീകരിക്കുകയാണ് എന്നത് തികഞ്ഞ അഭിമാനത്തോടെ മലയാളിക്ക് ഓർമ്മിക്കാം. വില്ലേജ് ഓഫീസുകളുടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി 535 വില്ലേജ് ഓഫീസുകൾ ഇതുവരെ സ്മാർട്ടാക്കി തീർക്കുവാൻ കഴിഞ്ഞു. 103 വില്ലേജ് ഓഫീസുകളുടെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. ജനകീയ ജനാധിപത്യ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് ചരിത്രപരമായ ഇത്തരം നേട്ടങ്ങളിലേക്ക് വകുപ്പ് ചുവടുവയ്ക്കുന്നത്. കേരളത്തിന്റെ ഡിജിറ്റൽ സർവേ പദ്ധതി രാജ്യത്തൊട്ടാകെ ചർച്ചയാകുന്നു. ഇന്ത്യയിലെ തന്നെ സർവേ അതിരടയാള പ്രവർത്തന പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയവും ചരിത്രപരവുമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഡിജിറ്റൽ സർവേ പദ്ധതി. ഒന്നാം ഘട്ടത്തിൽ ഏറ്റെടുത്ത 200 വില്ലേജുകളിലും സർവേ പൂർത്തിയാക്കി. 1ഉം 2ഉം ഘട്ടങ്ങളിലായി ഏറ്റെടുത്ത 247 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി സർവേ അതിരടയാള നിയമത്തിലെ 9(2) പ്രസിദ്ധീകരിച്ചു. വിവിധ സംസ്ഥാനങ്ങൾ ഡിജിറ്റൽ സർവേ പദ്ധതി പഠിക്കുവാൻ കേരളത്തിലേക്ക് വരുന്നു. റവന്യൂ സേവനങ്ങളെല്ലാം ഈ സേവനങ്ങളായി മാറിയതോടെ വേഗവും സുതാര്യതയും സുരക്ഷിതത്വവും. അത്യാധുനിക വിവരസാങ്കേതിക വിദ്യകൾ സമസ്ത മേഖലയിലും പ്രയോജനപ്പെടുത്തുന്ന നവീന കാലത്ത് റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സമ്പൂർണമായി ഈ സേവനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേഗവും സുതാര്യതയും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ റവന്യൂ സേവനങ്ങളും വിരൽത്തുമ്പിൽ എന്ന ലക്ഷ്യത്തോടെ വിപുലമായ പ്രവർത്തനങ്ങളാണ് റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൈസേഷൻ മേഖലയിൽ നടന്നുവരുന്നത്. ഭൂമി തരംമാറ്റത്തിനുള്ള അപേക്ഷകൾ അതിവേഗം തീർപ്പ് കൽപ്പിക്കുന്നതിന് സംസ്ഥാനതല അദാലത്തുകൾ. ഭൂമിയുടെ തരംമാറ്റ അപേക്ഷകളിൽ ഫെബ്രുവരി 20 വരെ ഗണ്യമായ അളവിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞു. 1,37,801 ഓഫ്ലൈൻ അപേക്ഷകളിൽ 1,14,494 എണ്ണം തീർപ്പാക്കി. 5,70,221 ഓൺലൈൻ അപേക്ഷകളിൽ 2,96,967 എണ്ണവും അദാലത്തിൽ പരിഗണിച്ച 1,43,145 ഫോറം 5, ഫോറം 6 സൗജന്യ തരംമാറ്റ അപേക്ഷകളിൽ 64,029 എണ്ണം തീർപ്പാക്കാനും കഴിഞ്ഞു. പ്രവാസി മലയാളികളുടെ ദീർഘകാല സങ്കടങ്ങൾക്ക് പരിഹാരമായി പ്രവാസി മിത്രം പോർട്ടൽ ആരംഭിച്ചു. റവന്യൂ സേവനങ്ങൾ പ്രവാസികൾക്ക് വിദേശത്തിരുന്നു തന്നെ ലഭ്യമാകുന്നു. വകുപ്പിലെ ഭരണപരമായ പരിഷ്കരണ നടപടികൾക്കുള്ള നിർദ്ദേശങ്ങൾക്കും ചർച്ചകൾക്കുമായി കൃത്യമായ ഇടവേളകളിൽ റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ. റവന്യൂ, സർവേ, ഭവന നിർമ്മാണ വകുപ്പുകളുടെ മേലധികാരികളുടെ യോഗമായ റവന്യൂ സെക്രട്ടേറിയറ്റ് വകുപ്പിന്റെ അതിപ്രധാനമായ തീരുമാനങ്ങൾക്കും നടത്തിപ്പിനും കരുത്താകുന്നു. റവന്യൂ റിക്കവറി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തതോടെ ജപ്തി ഭീതിയിൽ കഴിഞ്ഞിരുന്ന സാധാരണ ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ വെളിച്ചം. പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ഒരു സെറ്റിൽമെന്റ് ആക്ട് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഉദ്യോഗസ്ഥരുടെ നിർബന്ധിത വില്ലേജ് ഓഫീസ് സേവനം യാഥാർത്ഥ്യമായി. റവന്യൂ വകുപ്പിന്റെ പരിശീലന കേന്ദ്രമായ തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ദുരന്ത നിവാരണത്തിൽ MBA കോഴ്സുകൾ ആരംഭിച്ചു. റവന്യൂ വകുപ്പിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കുന്നതിനും വകുപ്പിന്റെ പ്രസിദ്ധീകരണ പ്രചരണ വിഭാഗമായി ഇൻഫർമേഷൻ ബ്യൂറോ സ്ഥാപിക്കപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. ഇക്കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് സംസ്ഥാന റവന്യൂ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നവീനവും ജനോപകാരപ്രദവുമായ പദ്ധതികൾ ഏറെയാണ്. ദീർഘവീക്ഷണവും കരുത്തും കൈമുതലാക്കിയ ഭരണസാരഥ്യം, ചിട്ടയോടെ നേതൃത്വം നൽകാൻ ഔദ്യോഗിക നേതൃനിര, വകുപ്പിലെ ജനക്ഷേമ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ജീവശ്വാസമായി ജീവനക്കാർ. കേരളത്തിന്റെ മനസ്സറിഞ്ഞ്, മനുഷ്യനെ അറിഞ്ഞ്, നിയമങ്ങളെ മനുഷ്യത്വം എന്ന കണ്ണടയിലൂടെ വായിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നു. അതെ, നമ്മൾ മുന്നോട്ട് തന്നെ.